റോഡിന്റെ നവീകരണ പ്രവൃത്തി മാസങ്ങൾ പിന്നിട്ടിട്ടും പൂർത്തിയാക്കാതെ കാൽനടയ്ക്ക് പോലും യോഗ്യമല്ലാതെ കിടക്കുന്നതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിന് CPM നിവേദനം നൽകി. കൊടിഞ്ഞി തിരുത്തിയിലേക്കും കൊടിഞ്ഞി പള്ളിയിലേക്കും പോകുന്ന കൊടിഞ്ഞി IEC ജംഗ്ഷനിൽ നിന്നുള്ള കൊടിഞ്ഞിപ്പള്ളി റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെയാണ് CPM കൊടിഞ്ഞി ഫാറൂഖ് നഗർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നന്നമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം നൽകിയത്. 5 ദിവസത്തിനുള്ളിൽ ഓടയുടെ പ്രവൃത്തി പൂർത്തീകരിച്ച് സ്ലാബ് ഇട്ട് നടക്കാൻ യോഗ്യമാക്കി തരാമെന്ന ഉറപ്പിന്മേലാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത്. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. 2 മാസത്തിലധികമായി കൊടിഞ്ഞിപ്പള്ളി റോഡിന്റെ നവീകരണ പ്രവൃത്തി ആരംഭിച്ചിട്ട് 1 മാസത്തിനുള്ളിൽ പണി പൂർത്തീകരിക്കും എന്ന ഉറപ്പിന്മേലാണ് പ്രവൃത്തി ആരംഭിച്ചതെങ്കിലും മാസങ്ങൾ പിന്നിട്ടിട്ടും ഇപ്പോഴും പ്രവൃത്തി പൂർത്തീകരിച്ചില്ല എന്നു മാത്രമല്ല, റോഡിലൂടെ കാൽനടയാത്ര പോലും ദുസ്സഹമാണ്. ചെളി നിറഞ്ഞ് കാൽനട പോലും സാധ്യമല്ലാത്ത അവസ്ഥയിലാണ് റോഡ്. MLA ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ വിനിയോഗിച്ച റോഡ് മണ്ണിട്ടുയർത്തി ഓടയോടുകൂടിയ റോഡാണ് നിർമ്മിക്കുന്നത്. ഓടയ്ക്കായി റോഡ് സൈഡ് കീറിയിട്ടുണ്ട്. എന്നാൽ പ്രവൃത്തി പൂർത്തിയായിട്ടില്ല. ഓടയുടെ മുകളിലെ സ്ലാബിലൂടെയാണ് നിലവിൽ വിദ്യാർത്ഥികളടക്കം നടന്നു പോകുന്നത്. സ്ലാബ് ഇടുന്നതും പൂർത്തിയാകാത്തതിനാൽ ചെളിയിലൂടെ വേണം ആളുകൾക്ക് നടക്കാൻ. വാഹനങ്ങൾ ചെളിയിൽ തെന്നി വീഴുന്നതും പതിവാണ്. കുറഞ്ഞ തൊഴിലാളികളെ വെച്ചാണ് നവീകരണ പ്രവൃത്തി നടക്കുന്നത്. ഇതാണ് മെല്ലെ പോക്കിന് കാരണം. ഇതോടെയാണ് CPM കൊടിഞ്ഞി ഫാറൂഖ് നഗർ ബ്രാഞ്ച് കമ്മിറ്റി പഞ്ചായത്ത് പ്രസിഡന്റിനെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിച്ചത്. പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കാനായാണ് പ്രവർത്തകർ എത്തിയത്. എന്നാൽ തുടർന്ന് പഞ്ചായത്ത് അധികൃതരുമായി ചർച്ചയ്ക്ക് തയ്യാറാവുകയായിരുന്നു. പ്രദേശവാസികളുടെ ഒപ്പ് ശേഖരിച്ചാണ് നിവേദനം നൽകിയത്. തുടർന്ന് അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ ഓടയുടെ പ്രവൃത്തി പൂർത്തീകരിച്ച സ്ലാബിട്ട് കാൽനടയ്ക്ക് യോഗ്യമാക്കി തരാമെന്ന ഉറപ്പ് നൽകിയതായി ഭാരവാഹികൾ അറിയിച്ചു. പ്രവൃത്തി പൂർത്തിയാക്കിയില്ലെങ്കിൽ വിദ്യാർത്ഥികളെയും കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ ഏവരെയും ഉൾക്കൊള്ളിച്ച പഞ്ചായത്തിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരവുമായി രംഗത്ത് വരുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. നമ്മുടെ തിരുത്തി റോഡിൻ്റെ ബുദ്ധിമുട്ടായി ആ MLA ഫണ്ട് ഉപയോഗിച്ച് നടക്കുന്ന പണിയുമായി ബന്ധപ്പെട്ടാണ് ഒരുപാട് പ്രതിഷേധങ്ങൾ അവിടെ നിന്ന് പല രാഷ്ട്രീയ പാർട്ടികളെയും ഭരണകക്ഷിയുടെയും പ്രതിഷേധങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കും ഒരു മരണപ്പെട്ട കൊടിഞ്ഞി പ്രദേശത്ത് മരണപ്പെട്ടാൽ പോലും ഒരു മയ്യത്ത് കൊണ്ടുവരാൻ വരെ കഴിയാത്തൊരവസ്ഥയാണ് ആ റോഡിൻ്റെ അവസ്ഥ. MLAയുമായി ബന്ധപ്പെട്ട് അവിടെ അവിടുത്തെ നാട്ടുകാർ ബന്ധപ്പെട്ട ശേഷം കുറച്ച് ടോറി വേസ്റ്റ് അടിച്ചു. അത് വളരെ മോശമായി ചളി നിറഞ്ഞ് ഒരു ബൈക്ക് പോലും പോവാതെ നമ്മുടെ വിദ്യാർത്ഥികൾക്കൊക്കെ നടന്നു പോകാൻ പറ്റാത്ത വലിയ പ്രശ്നമാണ്. ഞങ്ങൾ പ്രസിഡൻറ്റിനെ ഇന്ന് കണ്ട് കരവ് ചെയ്യാൻ വന്നായിരുന്നു. പ്രസിഡൻറ്റ് കോൺട്രാക്ടറിനെ വിളിച്ചിട്ടുണ്ട്. മാത്രമല്ല അവിടെ പണി നടക്കുന്നത് കോൺട്രാക്ടറും ഞങ്ങളവിടുത്തെ പണിക്കാരോട് ചോദിച്ചപ്പോൾ ബംഗാളികളൊക്കെ നാട്ടിൽ പോയിക്കുന്നത്. അതുകൊണ്ട് 3-4 ആളുകൾ വെച്ചുകൊണ്ടാണ് അവിടെ ഒരു പണി നടക്കുന്നത്. ഇത്രയും ആളുകൾക്ക് പ്രയാസമുണ്ടായിട്ട് 3-4 ആളുകൾ വെച്ചുകൊണ്ട് പണി നടക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ വിവരം അറിയിക്കാൻ വേണ്ടി പ്രസിഡൻറ്റിനെയും സെക്രട്ടറിയെയും കാണാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ ഇനി കുറച്ച് ദിവസം കൂടി കാത്തിരിക്കും. അത് കഴിഞ്ഞാൽ അവിടുത്തെ നാട്ടിലുള്ള രാഷ്ട്രീയ ഭരണവേദിയെ എല്ലാവരും വന്ന് പഞ്ചായത്ത് ഓഫീസിൻ്റെ മുന്നിൽ കുട്ടികളെയും കൂട്ടി വിദ്യാർത്ഥികളെയും കൂട്ടി ഞങ്ങൾ കുത്തിരിപ്പ് സമരത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് ദിവസം കൂടി ഞങ്ങൾ കാത്തിരിക്കും. വളരെ പ്രയാസപ്പെട്ട് ഇനി മഴക്കാലം തുടരാൻ പോവുകയാണ്. അപ്പോൾ അതിനേക്കാളും വലിയ പ്രയാസം വരികയാണ്. രോഗികളെ കൊണ്ടാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായി അധികാരികൾ ഇതിന് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടും. CPM നന്നമ്പ്ര ലോക്കൽ സെക്രട്ടറി K. ഗോപാലൻ, കൊടിഞ്ഞി ഫാറൂഖ് നഗർ ബ്രാഞ്ച് സെക്രട്ടറി ഫിറോസ്, കൊടിഞ്ഞി ബ്രാഞ്ച് സെക്രട്ടറി EK സുബേർ, യൂനുസ്, പ്രദേശവാസികളായ അനീഷ്, സിദ്ദീഖ്, ആഷിഖ്, മുർഷിദ്, ഉനൈസ്, മഹറൂഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി. ചെമ്മാടുകാർക്കിത ഒരു സന്തോഷ വാർത്ത. ഡോണ്ട് മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. തൂബ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന 10 ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം. ഏപ്രിൽ 12 മുതൽ ജൂൺ 12 വരെ തൂബ ജ്വല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന 10 ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് 1ാം സമ്മാനമായി റെഫ്രിജറേറ്ററും, 2ാം സമ്മാനമായി വാഷിംഗ് മെഷീനും, 3ാം സമ്മാനമായി ടിവിയും, അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം. ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജ്വല്ലറി സന്ദർശിക്കൂ, സമ്മാനങ്ങൾ സ്വന്തമാക്കൂ.